അഗ്നിസാക്ഷി. രചന പൗർണമി. ശിവ, നിനക്ക് അഗ്നിവംശം ആരെന്നറിയുമോ? ശിവയോട് അവൻ സംശയത്തോടെ ചോദിച്ചു. അഗ്നിവംശ്? അത് ദേവുവിന്റെ ഏട്ടനല്ലേ? ദേവുവിന്റെ ഏട്ടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ശിവ, മറ്റൊരു ബന്ധം കൂടിയുണ്ട് നമുക്ക് അഗ്നിയുമായി. അജു പറയുന്നത് കേട്ട് ഇത്തവണ ഞെട്ടിയത് ശിവയാണ്. എന്താ അജു പറയുന്നേ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഗ്നിയുമായി നമുക്കെന്ത് ബന്ധമാണ്? ശിവയ്ക്കൊന്നും മനസ്സിലായില്ല. ശിവ, ഈ അഗ്നിവംശ തന്നെയാണ് നമ്മുടെ പൊന്നു സ്നേഹിച്ചിരുന്നത്. അവൻ പറയുമ്പോൾ ശിവ പിന്നെയും ഞെട്ടി. അത്ഭുതം അവന്റെ വാക്കുകളിലും പ്രതിഫലിച്ചു. അതെ, എന്റെ ശിവ, പൊന്നുവിന്റെ വംശിയും അഗ്നിയും ഉണ്ണിയും ഒക്കെ ഒരാൾ തന്നെ. അഗ്നിവംശ്. ശിവയിൽ ആ വാക്കുകൾ കുറച്ച് സന്തോഷം കൂടി സൃഷ്ടിച്ചു. അജു, അപ്പൊ വംശ് അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലേ? എനിക്കിതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്നു. ഏതൊക്കെ രീതിയിലാണ് ദൈവം നിന്നെയും ദേവുവിനെയും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത്? അജു മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു. കൂട്ടിമുട്ടാൻ വിധിക്കപ്പെട്ടതാണെങ്കിൽ ആരൊക്കെ അകറ്റാൻ നോക്കിയാലും അവർ കൂട്ടിമുട്ടും ശിവ. അർജുൻ പറയുന്നത് ശരിയാണെന്ന് ശിവയ്ക്ക് തോന്നി. ബാൽക്കണിയിൽ തനിയെ ഇരിക്കുവാണ് അജു. ബാക്കിയുള്ളവർ ടൗണിലും മറ്റും ഷോപ്പിംഗ്, നോൺ വെജ് ഫുഡ് കഴിക്കൽ ഒക്കെ പ്ലാൻ ചെയ്ത് പോയിരിക്കുകയാണ്. മനയിൽ നോൺ വെജ് കയറ്റാറില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആഗ്രഹം തോന്നുമ്പോൾ പുറത്തുപോയി കഴിക്കുകയാണ് എല്ലാവരുടെയും പതിവ്. അപ്പോഴാണ് അർജുൻ ദേവുവിന്റെ ഡയറിയുടെ കാര്യം ഓർമ്മ വന്നത്. സ്വസ്ഥമായി വായിക്കാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അവനോർത്തു. ഡയറി ഒരാളുടെ പേഴ്സണലാണ്, വായിക്കുന്നത് ശരിയല്ലെന്നും അറിയാം. പക്ഷെ ഇത് ഇപ്പൊ ആഗ്രഹമല്ല, എന്റെ ആവശ്യം കൂടിയാണല്ലോ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്നല്ലേ. അവൻ ഡയറി എടുത്തുകൊണ്ട് വന്നിട്ട് ബാൽക്കണിയിലേക്ക് തന്നെ വന്നു. അവിടെ സോപാനത്തിലായി ഇരുന്നുകൊണ്ട് അവൻ ഡയറിയുടെ താളുകൾ പതിയെ തുറന്നു. ടൗണിലെ പ്രശസ്തമായ മാളിലാണ് ശിവയും ആദിയും അഥർവും ഷൂസും വാച്ചും ഡ്രസ്സും മറ്റ് ആക്സസറീസും ഒക്കെ എടുത്തു കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു ലേഡി ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡ്രസ്സിലായി അഥർവിന്റെ നോട്ടം എത്തുന്നത്. അത് പീക്കോ ഗ്രീൻ കളർ വരുന്ന ഒരു ഹെവി ഹാൻഡ് വർക്ക്ഡ് അനാർക്കലി ആയിരുന്നു. എന്തുകൊണ്ടും അവന്റെ മനസ്സിലേക്ക് ദേവുവിന്റെ മുഖം ഓടിയെത്തി. ശിവ, ഞാൻ ഇപ്പൊ വരാം, 5 മിനിറ്റ്സ് എന്നു പറഞ്ഞവൻ ലേഡി ഷോപ്പിലേക്ക് കയറുന്നത് കണ്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ശിവയും ആദിയും. അത് ഇതാർക്കാടാ? ലേഡി ഷോപ്പിൽ നിന്നും ഡ്രസ്സ് വാങ്ങി വരുന്നവനെ ആദിയും ശിവയും അത്ഭുതത്തോടെ നോക്കി. ദേവൂട്ടി കാണടാ, നല്ല ഭംഗിയുണ്ടാവില്ലേ അവൾക്ക്? കണ്ടിട്ട് എനിക്കിഷ്ടായി, അങ്ങനെ വാങ്ങിയത്. തിരിച്ചും മറിച്ചും ഡ്രസ്സിന്റെ ഭംഗി നോക്കുന്നവനെ ശിവയും ആദിയും അത്ഭുതത്തോടെ നോക്കി. അതേസമയം അവരുടെ മനസ്സിലേക്ക് അജുവും ദേവും കടന്നു വന്നു. എന്നാൽ അഥർവിതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രസ്സ് ബില്ല് ചെയ്ത് വാങ്ങുന്ന തിരക്കിലായിരുന്നു. അജു ആ ഡയറിയുടെ ആദ്യ താൾ തുറന്നു. ഉണ്ണിയേട്ടന്റെ ദേവൂട്ടിയെന്ന് ഡിസൈൻ ചെയ്ത പോലെ അതിൽ എഴുതിയിരിക്കുന്നു. വളരെ പഴക്കം ചെന്ന ഡയറിയായിരുന്നത്. അതിൽ നിന്നും അവളുടെ കുറെ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും ഒക്കെ അവന് ലഭിച്ചു. അവൻ പുഞ്ചിരിയോടെ അത് നോക്കി. ഡയറിയിൽ ഉണ്ടായിരുന്നത് കുറിപ്പുകളായിരുന്നില്ല, പ്രണയ കവിതകളായിരുന്നു. ചില ചെറിയ വാക്യങ്ങളും. അവൾ മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം അവനൊന്ന് ഭയന്നുപോയി. അടുത്ത താളിൽ അവന്റെ ഭയത്തിനുള്ള പ്രതിവിധി ഉണ്ടായിരുന്നു. മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു: ദേവാർത്തന, അർജുൻ സായിറാം. വെറുതെ പാഴ്മോഹം എന്നറിയിലും സ്വന്തമാക്കാൻ കൊതിക്കുന്നുണ്ട് എന്റെ ഉള്ളം. സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും അറിയാതത്രമേൽ ആഴത്തിൽ കൊതിച്ചുപോയി. വാനിൽ തിളങ്ങുന്ന നക്ഷത്രത്തെ സ്വന്തമാക്കാൻ കൊതിക്കുന്നൊരു കുഞ്ഞു കിടാത്തിയായി ഞാൻ. വേണ്ട, സ്വന്താക്കണ്ട. സ്വന്തമാക്കാൻ കഴിയാത്തതിനൊക്കെ ഭംഗി കൂടുതലാണത്ര. അറിയാതെയാണെങ്കിലും ചിരിച്ചുപോയി അർജുൻ. ഇത്രയൊക്കെ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചാണോ പെണ്ണെ നീ വെറുപ്പിന്റെ മുഖംമൂടി അണിഞ്ഞു നടന്നു എന്നെ പറ്റിച്ചത്? കുറച്ച് നാളെങ്കിലും എനിക്കത് എത്രമാത്രം വേദന ഉണ്ടാക്കിയെന്ന് നിനക്കറിയില്ലല്ലോ. ഡയറി മടക്കി വെച്ച് നോക്കിയപ്പോ കണ്ടിരുന്നു പാടത്തുകൂടി ഓടി നടന്നു വരുന്നവളെ. അവൻ ആ ഡയറി സേഫായി വെക്കുവാനായി റൂമിലേക്ക് കൊണ്ടുപോയി. മുറ്റത്തെ തൂക്കുവിളക്കിലായി ദീപം തെളിയിക്കുന്നവളെ അജു കണ്ണിമ ചിമ്മാതെ നോക്കി. ഇരുട്ട് പടരാൻ തുടങ്ങിയ അന്തരീക്ഷത്തിൽ അവൾ ആ കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ ശോഭിക്കുന്നതായി അവന് തോന്നി. എന്നത്തേക്കാളും അവൾ കൂടുതൽ സുന്ദരിയായ പോലെ. ആ മൂക്കിന്തുമ്പിലെ വെണ്ണക്കൽ മൂക്കുത്തി പോലും തന്നെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. എന്നോളെ നോക്കാറുണ്ട് അവൾ കാണാതെ. പക്ഷെ ഇപ്പൊ നോക്കുന്നത് എന്റെയാണെന്ന് ഉറപ്പിനാലാണ്. അതെ, എന്നും എന്നും
നീ എന്റെ മാത്രമാണ് ദേവ. ഞാനിത്ര പൈങ്കിളിയായോ? അർജുൻ സ്വയം ചോദിച്ചു. പ്രേമം അല്പം പൈങ്കിളി തന്നെ. അവൻ പ്രതിവിധിയും കണ്ടെത്തി. വാസുദേവനും പൂമുഖത്തായി ഇരിപ്പുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വിളക്കിനെ ഒന്ന് വന്ദിച്ചു. ദേവു തിരിവെക്കാൻ കാവിലേക്ക് പോയി. മറ്റു 3 പേരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരെയും കാത്ത് അർജുൻ ലാപ്ടോപ്പുമായി പൂമുഖത്ത് തന്നെ നിലയുറപ്പിച്ചു. കുട്ടി എന്താ അവർക്കൊപ്പം പോകാഞ്ഞേ? ഇവിടെ വന്നത് പിന്നെ കുട്ടിയുടെ ആഹാര രീതികളൊന്നും ശരിയാകുന്നില്ലായിരിക്കും അല്ലേ? വാസുദേവൻ അർജുനോട് തിരക്കി. ഏയ്, അങ്ങനൊന്നും ഇല്ല അങ്കിൾ. എനിക്ക് ആഹാരകാര്യത്തിൽ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. അവർക്കുമില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾക്കായി പുറത്തു പോകേണ്ടി വന്നപ്പോ ആഹാരം അവർ പുറത്തുനിന്നാക്കിയെന്നേ ഉള്ളൂ. അജു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ക്ഷമിക്കൂ കുട്ടി, ഞങ്ങളോട് കാലങ്ങളായി ശീലിച്ചതൊന്നും മാറ്റാൻ കഴിയുന്നില്ല. കുറേയേറെ ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണാണിത്. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും മാറ്റണ്ടെങ്കിൽ പ്ലീസ്. അജു അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. വാസുദേവൻ അവനെ നോക്കി പുഞ്ചിരിച്ചു, നിറഞ്ഞ സമാധാനത്തോടെ. അപ്പോഴേക്കും 3 പേരും സഞ്ചരിച്ച വാഹനം മനയിലെത്തിച്ചേർന്നു. ഷോപ്പിങ്ങിന് പോയവർ തിരികെ എത്തിയതാണ്. അതിർവ് ഡിക്കി തുറന്ന് കുറച്ച് കവറുകൾ പുറത്തേക്കെടുത്തു. അതോട്ടി, ഒരു കവർ ദേവുവിനെ വിളിച്ച് അവൾക്കായി നീട്ടി അതിർവ്. ദേവു ആശ്ചര്യത്തോടെ ആ കവർ വാങ്ങി. ഞാൻ എന്റെ അത്തൂട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ഓപ്പൺ ചെയ്ത് ഇഷ്ടായോ നോക്ക്. അതിർവ് പറഞ്ഞപ്പോ ദേവു അത്ഭുതത്തോടെ ആ കവർ ഓപ്പൺ ചെയ്തു. അവൾക്കത് ഇഷ്ടമായി എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാകും. സൈസൊക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. അതിർവ് ഒരുപാട് സ്നേഹത്തോടെ പറഞ്ഞു. അതിർവിന്റെ സംസാരവും അവളോടുള്ള അടുപ്പവുമെല്ലാം കാരണമറിയാത്ത ഒരു അസ്വസ്ഥത അർജുനെ നിറയ്ക്കുന്നുണ്ട്. അല്ല, നീ എന്താ അത്തൂട്ടിന്ന് വിളിക്കുന്ന ദേവുവിനെ? അങ്ങനെ അവളെ ആരും വിളിച്ച് കേട്ടിട്ടില്ല. ശിവ തന്റെ സംശയം അവനോട് അപ്പോൾ തന്നെ ചോദിച്ചു. എല്ലാരും വിളിക്കുന്ന പോലെ വിളിച്ചാൽ ഒരു രസമില്ലല്ലോ. ഡിഫറെന്റ് ആയി വിളിക്കണം. ദാറ്റ്സ് മൈ സ്റ്റൈൽ. അതിർവ് കുസൃതിയോടെ പറഞ്ഞു. അജുവിന്റെ മുഖം അവന്റെ ആ പറച്ചിലിൽ ഒന്നുകൂടി മങ്ങി. മോളെ ദേവു, രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട കേട്ടോ. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആര്യാസിൽ നിന്നും മസാല ദോശ. ദേവുവിനോട് ആദ്യ സ്നേഹത്തോടെ പറഞ്ഞു. അജുവേട്ടനും ശിവേട്ടനും ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ദേവു ചോദിച്ചു. ഇല്ല, കുറച്ച് കഴിഞ്ഞു മതി, അർജുൻ ദേവുവിനോട് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം കഴിച്ചതുകൊണ്ട് തന്നെ ശിവയും അജുവും മാത്രമേ ഫുഡ് കഴിക്കാൻ വന്നുള്ളൂ. ഭക്ഷണം കഴിച്ച ശേഷം സോപാനത്തിലിരുന്ന് എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുവാണ് അജു. നീ എന്താ അജു, നക്ഷത്രനെ തിട്ടപ്പെടുത്തുവാണോ? ആദ്യ കളിയായി ചോദിച്ചു. അർജുൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് അർജുൻ സാറേ, മുഖത്തൊരു മ്ലാനത? അതിർവിനെ ഓർത്തിട്ടാണോ? ആദ്യം അവന്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ചോദിച്ചു. അതെ അതെ. ഒരു പെൺകുട്ടികളോടും സംസാരിക്കാത്ത അതിർവ് ചുരുങ്ങിയ നാളത്തെ പരിചയം മാത്രമുള്ള ദേവിയോട് കാണിക്കുന്ന അടുപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അജു തന്റെ മനസ്സിലുള്ളത് ആദിയോട് പറഞ്ഞു. നീ നിന്റെ മനസ്സിലുള്ളത് അവനോട് പറയജു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലാതെ. ദേവന്മാർ പോലും പെണ്ണിനു വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. നമുക്കിടയിൽ അങ്ങനെയൊന്നും വേണ്ട. ദേവു, അവൾ തീരുമാനിക്കട്ടെ. അജു ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. അത് കണ്ട ആദിയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അടുക്കളയിൽ നിന്നും മിത്തുവിന്റെ സംസാരം കേൾക്കുന്നത്. ഓ, ചീവീട് വന്നിട്ടുണ്ട്, ശിവ കളിയായി പറഞ്ഞു. ചീവീടോ? അവളോട് പറയട്ടേടാ. ആദ്യം അവനെ ഭീഷണിപ്പെടുത്തി. എന്റെ പൊന്നാദി, നീ ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ? ആ സാധനത്തിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തതാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേടാ. ശിവ തൊഴുതു പറഞ്ഞതും ആദ്യം ഒന്ന് ചിരിച്ചു. ഇക്കാര്യം അവനും അറിയാവുന്നതാണല്ലോ. എന്താണ് മിത്തുട്ടി, രാവിലെ വലിയ സന്തോഷത്തിലാണല്ലോ? അജു അവളോട് തിരക്കി. അജുവേട്ടാ, വൈശോട്ടൻ വിളിച്ചു. ഉണ്ണിയേട്ടനെ അമ്മയും കാണാൻ പോകാന്ന് പറഞ്ഞു. നിങ്ങളും വരാവോ? നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. മിതു അജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അജുവിനപ്പോ അവന്റെ പൊന്നുവിനെയാണ് ഓർമ്മ വന്നത്. മിതുവിനെ കാണുമ്പോ ശരിക്കും അവളെയാണ് ഓർമ്മ വരാറ്. അതാകും അവളോടൊരു പ്രത്യേക സ്നേഹമെന്ന് അജുവിന് തോന്നി. നീ വരണ്ട, നിന്റെ അലപ്പും ബഹളവും കൊണ്ട് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി പോയി വരാം. ശിവ അവളെ ചൊടിപ്പിക്കാൻ പറഞ്ഞു. എന്റെ ഏട്ടനെ കാണാൻ പോകാൻ നീ വരണ്ട, ഞങ്ങൾ എല്ലാരും കൂടി പോയിട്ട് വരാം. മിഥു അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. വൈശു എന്നു വരുമെന്ന് പറഞ്ഞു? അജു അവർക്കിടയിലേക്ക് നിന്ന് അവളോട് ചോദിച്ചു. അടുത്ത ആഴ്ച. എങ്കിൽ നമുക്ക് പോയേക്കാം, സമയം പറഞ്ഞാൽ മതി.
അജു പറയുമ്പോൾ മിഥുവിന്റെ കണ്ണുകൾ വിടർന്നു. ഞാനെങ്കിൽ അമ്മയോടൊക്കെ പോയിന്ന് സംസാരിക്കട്ടെ, മിഥു സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അതിനു മുന്നേ തന്നെ ശിവയുടെ നെട്ടുംപുറത്ത് ശക്തിയിൽ തന്നെ മിഥു ഒരടി കൊടുത്തിരുന്നു. അമ്മേ! ശിവയിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യും മുന്നേ അവൾ പടിപ്പുരവാതിലും കടന്നോടി. എടി ചുള്ളിക്കുമ്പേ, ഞാൻ നിനക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശിവ പുറം മുഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിനക്കത് ആവശ്യമാണെന്ന മട്ടിൽ ബാക്കിയുള്ളവർ നോക്കിയിരിക്കുകയാണ്. ദേവവും അച്ഛനും വൈകുന്നേരം പൂമുഖപ്പടിയില് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പടികടന്ന് 3 അതിഥികൾ അങ്ങോട്ടേക്ക് വന്നത്. മിഥുവും ടീച്ചറമ്മയും മാഷച്ചനും. ദേവു എഴുന്നേറ്റ് അവർക്ക് അരികിലായി ചെന്നു. വാസുദേവൻ അതിഥികളെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തു. മിഥുവും ദേവും ചായ എടുക്കുവാനായി അടുക്കളയിലേക്ക് പോയി. മിഥുവിന്റെ കണ്ണുകൾ ചുറ്റും പരത്തി. എല്ലാവർക്കും ചായ എടുത്തതിൽ 1 ഗ്ലാസ് ചായ മാത്രം അവശേഷിച്ചു. ഇതാർക്കാടി ദേവു ഈ 1 ഗ്ലാസ് ചായ? ശിവേട്ടനാ ദേവു? അതെന്താ അയാൾക്ക് മാത്രം? ബാക്കിയുള്ളവർക്ക് എവിടെ? അവരിപ്പോ പുറത്തേക്ക് പോയി. ശിവേട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ചായ കൊടുത്തിട്ട് വരാം മിഥു, നീ വരുന്നോ? നീ ഉമ്മറത്തേക്ക് കൊണ്ടുപോ, ഞാൻ ശിവേട്ടന് കൊടുക്കാം. പറയുന്നവളെ ദേവു ഒന്ന് സൂക്ഷിച്ചു നോക്കി. മിഥു, നീ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകല്ലേ. മിഥുവിന്റെ കുസൃതി അറിയുന്ന ദേവു അവളെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്. ഏയ് ഇല്ലടി, ഞാൻ എന്ത് ചെയ്യാനാ? മിഥു നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ, അതുകൊണ്ടാണേ. പിന്നെ നീ ശിവേട്ടന് കുറച്ച് മധുരം ഇടണേ. അവർക്കാർക്കും മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം മധുരം ഇട്ടിട്ടില്ല. പറഞ്ഞുകൊണ്ട് ദേവു ചായയുമായി ഉമ്മറത്തേക്ക് പോയി. ശിവയ്ക്കൊരു പണി കൊടുക്കാൻ മറ്റൊരവസരം വേറെയില്ല. താൻ എന്നെ ഈർക്കിക്കൊള്ളിന്ന് വിളിച്ചതല്ലേടോ, തനിക്കിട്ടിപ്പോ കാണിച്ചു തരാം. പഞ്ചസാരയ്ക്ക് പകരം ഉപ്പെടുക്കാൻ പോയവളാണ് വിംലിക്കൂട് കണ്ടത്. ഉപ്പായാൽ തുപ്പിക്കളയും. നിനക്ക് ഞാൻ 100 ചെറുനാരങ്ങയുടെ ശക്തി കലക്കിത്തരാം. വിമ്മും പഞ്ചസാരയും ചേർത്ത് ചായ കലക്കിയ ശേഷം ടേസ്റ്റ് ഓക്കെയാണോന്നറിയാൻ കുറച്ച് രുചിക്കാനായി നോക്കിയപ്പോഴാണ് ഞാനിപ്പോ എന്ത് പരിപാടിയാ കാണിക്കാൻ പോയതെന്ന് പെണ്ണിന് ബോധം വന്നത്. അവള് സ്പൂണ് മാറ്റി ചായയുമായി മുകളിലേക്കുള്ള പടവുകൾ കയറി. റൂമിൽ ചെന്നപ്പോ ശിവ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു. വന്ന ആളിനെ കൺകോണിൽ കൂടെ കണ്ടിരുന്നുവെങ്കിലും അവൻ കാണാത്ത പാവം നടിച്ചുകൊണ്ട് തന്റെ ജോലിയിൽ മുഴുകി. അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും ആൾ അവന്റെ ശ്രദ്ധ ലഭിക്കുവാനായി ചെറുതായിട്ടൊന്ന് മുരടാനേക്ക്. അവൻ കേട്ടെങ്കിലും അവളെ ഗൗനിക്കാതെ തന്റെ ജോലി തുടർന്നു. മിഥുന് ശരിക്കും ദേഷ്യം വന്നു. അവസാനം അവൾ അവനെ വിളിച്ചു. ദോ ചായ. അവൻ ലാപ്പിൽ നിന്നും കണ്ണുയർത്തി അവളെ ഒന്ന് നോക്കി. ചായാന്ന് അവൾ വീണ്ടും വിളിച്ചു കൂടി. ആഹാ, ദേവു പുതിയ ജോലിക്കാരി അപ്പോയിന്റ്മെന്റ് ചെയ്തോ? കൊള്ളാം, അവിടെ വെച്ചേക്ക്. വീണ്ടും തന്റെ ജോലിയിൽ മുഴുകിയവൻ അവളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞു. ആരാടോ ജോലിക്കാരി? ഇത് എന്റെ വീട് കൂടിയാണ് കേട്ടോ. മുൻകോപക്കാരിക്ക് മൂക്ക് ചോപ്പിച്ചു പറയുന്നത് കണ്ട് അവന് ചിരി വരുന്നുണ്ട്. എങ്കിൽ ശരി, വീട്ടുകാരി അതവിടെ വെച്ചിട്ടങ്ങോട്ട് പോയാട്ടെ. അവനത് കുടിച്ചില്ലെങ്കിലോ എന്ന ചിന്ത അവളിൽ വന്നു. കുടിച്ചെന്ന് ഉറപ്പ് വരുത്തണമെന്ന് അവൾ മനസ്സാൽ ഉറപ്പിച്ചു. മര്യാദയ്ക്ക് കുടിച്ചിട്ട് ഗ്ലാസ് ആടും. കുറച്ച് ദേഷ്യം കലർത്തി അവൾ അവനോട് പറഞ്ഞു. അവൻ അപായം വളർത്തു. മിത്തുവിന്റെ സ്വഭാവത്തിന് ഇത്തരം നിർബന്ധമൊന്നും അവൾ കാണിക്കാറില്ല. അവൻ ലാപ്ടോപ്പ് ബെഡിൽ വെച്ച് ചായക്കായി കൈനീട്ടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ സന്തോഷം കണ്ടപ്പോ തന്നെ അവന് കാര്യം മനസ്സിലായി. അവൻ തന്റെ മറ്റേ കൈകൊണ്ട് അവളെ തന്നോട് ചേർത്ത് ലോക്കിട്ട് നിർത്തി. ചായ ജസ്റ്റ് സ്മെല്ല് ചെയ്തു. അപ്പോ തന്നെ ശിവയ്ക്ക് കാര്യം പിടികിട്ടി. അവൻ ചായ ബെഡിലേക്ക് തന്നെ വെച്ചു. അവൾ കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ട്. താൻ എന്തായി കാണിക്കുന്നേ? എന്നെ വിടരോ. ഞാൻ കാണിക്കുന്നത് മോള് ചെയ്തതിനുള്ള പണിഷ്മെന്റ്. പെട്ടെന്ന് ദേവുന് മിഥുവിന് കാര്യം മനസ്സിലായി. എങ്കിലും അവൾ ഒന്നും മനസ്സിലാകാത്ത ഭാവം നടിച്ചു. ഞാൻ തന്നോട് എന്ത് കാണിച്ചെന്നാ? എന്നെ വിടടോ. ഞാനല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചു പോകും. ശരി, നിന്നെ വിടാം. പക്ഷെ ഈ ചായ മുഴുവനെ നീ കുടിക്കണം. അങ്ങനെയെങ്കിൽ നിന്നെ വിടാം. അവളെ തന്റെ ശരീരത്തോട് ഒന്നുകൂടി അവൻ ചേർത്ത് നിർത്തി. മിത്തു ആകെ കാറ്റുപോയ ബലൂൺ പോലെയായി. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അവൾ നിന്നു. ലച്ചോട്ടൻ ഈ ചായ ഒന്ന് കുടിച്ചേ വേഗം. ശിവേട്ടൻ കാണട്ടെ. അവൻ അവളുടെ താടിയിൽ പിടിച്ച് കുഞ്ചിക്കും പോലെ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാറില്ല.
നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നെ വിടൂ പ്ലീസ്. അവൻ മനസ്സിലാക്കിയതറിഞ്ഞ് അവളുടെ ധൈര്യം ചോർന്നു തുടങ്ങി. ഈ ചായ നീ കുടിക്കടി. ശിവയുടെ ശബ്ദം പരുക്കനായതറിഞ്ഞ് മിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവന്റെ ചങ്കിലും ഒരു പിടപ്പുണ്ടാക്കി. അവൻ അവളുടെ കണ്ണുകൾ പതിയെ തുടച്ചു വിട്ടു. ലച്ചുട്ടി, സോറി, നിന്നെ ഒന്ന് പേടിപ്പിക്കണമെന്നേ കരുതിയുള്ളൂ. കരയില്ലേ പ്ലീസ്. അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുന്നത് കണ്ട് അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. അതാഗ്രഹിച്ചതുപോലെ അവളും അവനോട് ചേർന്നു നിന്നു. ലിച്ചു. ശിവ അവളെ പ്രണയപൂർവ്വം വിളിച്ചു. മിഥിലാലക്ഷ്മി, മിത്തു, ലച്ചു. അവളുടെ മൂളലും ആർദ്രമാണ്. എന്റെ അല്ലേ നീ? മറുപടിയെ അവൾ ഒന്നുകൂടി അവനെ ആഞ്ഞു പിടിക്കും. അവൻ അവളുടെ സീമന്തരേഖയിൽ തന്റെ ആദ്യ സ്നേഹമുദ്രണം ചാർത്തി. അവളത് കണ്ണടച്ച് സ്വീകരിച്ചു. മിഥുനെ കാണാതെ വന്ന ദേവു ആലിംഗനബദ്ധരായി നിൽക്കുന്നവരെ കണ്ട് കണ്ണുകൾ ഒന്നുകൂടി അമർത്തി തുടച്ചു. താൻ സ്വപ്നം കാണുകയല്ലെന്ന് ഉറപ്പുവരുത്താൻ അവൾ സ്വയം ഒന്ന് നുള്ളിക്കൂടെ നോക്കി. അല്ല, സ്വപ്നമല്ല. അവൾ നീട്ടി വിളിച്ചുപോയി, മിത്തു. ദേവുവിന്റെ ശബ്ദം കേട്ട് അവർ പരസ്പരം അകന്നു. എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായി? ഞങ്ങൾ ആരും അറിയാതെ എന്തൊക്കെ സംഭവവികാസങ്ങളാണ്? ദേവു കണ്ണുമിഴിച്ച് രണ്ടാളെയും നോക്കിക്കൊണ്ട് പറഞ്ഞത്. മിത്തു ചമ്മലോട് ശിവയുടെ പിന്നിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. അതായത് എന്റെ ദേവൂട്ടി, ഈ തീപ്പെട്ടിക്കോലിനെ ഞാനങ്ങ് എടുക്കുക. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ശിവ ഒരു പുരുകുയർത്തി ദേവുവിനോടായി ചോദിച്ചു. ആ, കൊള്ളാം. ഞങ്ങൾ ആരും അറിയാതെ നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിച്ചിട്ട് എനിക്ക് എതിർപ്പുണ്ടോന്നോ? കൊള്ളാലോ. എന്നാലും എന്റെ ശിവേട്ടാ, രാവിലെ വരെയും നിങ്ങൾ ശത്രുക്കളായിരുന്നല്ലോ. പെട്ടെന്നെങ്ങനെ ഇങ്ങനെയൊക്കെ? ദേവു തന്റെ ആകാംക്ഷ മറച്ചു വെച്ചില്ല. ദേവുട്ടി, നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ദേവുവിന്റെ പെട്ടെന്നുള്ള ഞെട്ടലിന്റെ അർത്ഥം ശിവയ്ക്കറിയായിരുന്നു. ശിവ അവളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഞാനോ? ഏയ്. അവൾ തന്റെ പരിഭ്രമം മറച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞുനാൾ മുതൽ കാണുന്ന മറ്റൊരുവളിൽ അത് സംശയത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു. അവളെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായി മിത്തുവിന് തോന്നി. ഇപ്പൊ ചോദിക്കാനുള്ള സാഹചര്യമല്ലെന്നും അവൾ ഓർത്തു. എന്താ ഇവിടെ? ആദിയുടെ ശബ്ദം കേട്ട് മൂന്നാളും ഞെട്ടി വാതിൽക്കലേക്ക് നോക്കി. ഇവിടെ കണ്ണടച്ച് രണ്ട് പൂച്ചകൾ പാല് കുടിക്കുന്ന ആദിയേട്ടാ, ദേവു ആദിയോടായി വിളിച്ചു പറഞ്ഞു. പൂച്ചയോ? അതർവാണ് ഏറ്റുപിടിച്ചത്. പൂച്ചയല്ലടാ, പട്ടി. ശിവ തന്റെ കള്ളത്തരം മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. നീ കാര്യം പറ ദേവു. നിങ്ങൾ കേട്ടാ ഞെട്ടും. നീ പറ, ഞെട്ടുമെന്നറിയാലോ. അതെ, ഇവര് തമ്മിൽ നമ്മൾ അറിയാതെ ഇവിടെ ലൈൻ വലിക്കുന്നുണ്ട്. ഞാൻ രണ്ടിനെയും കൈയോടെ പൊക്കി. ദേവുവിന്റെ വാക്കുകൾ അതർവിൽ മാത്രം അത്ഭുതം സൃഷ്ടിച്ചു. ശിവയ്ക്കും ആദിക്കും പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല. അവർ ഇതായിരുന്നു എന്ന ഭാവത്തിൽ ശിവയെ ഒന്ന് നോക്കി. അതെ, നിങ്ങളാരും എന്താ ഞെട്ടാത്തത്? ദേവു അത്ഭുതത്തോടെ അവരെ നോക്കി. അതർവു അവരെ നോക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് എന്നേ മനസ്സിലായതാ. അജു ആണ് പറഞ്ഞത്. ശിവയുടെ മനസ്സെനിക്ക് അറിയാമായിരുന്നു. എന്നാൽ മിത്തു എത്ര പെട്ടെന്ന് പിടികൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു പുഞ്ചിരിയോടെ അജു ആണ് അത് പറഞ്ഞത്. ആഹാ, അപ്പൊ എനിക്കുള്ളല്ലേ ഒന്നും അറിയാതെ പോയത്? നിങ്ങൾക്കെല്ലാം അറിയാറുന്നല്ലേ? ദേവു പരിഭവം ഭാവിച്ചു. എനിക്കറിയില്ലായിരുന്നു അത്തൂട്ടി, ഇവരെന്നെ ഒന്നും അറിയിച്ചുമില്ല. അതർവും തന്റെ പരിഭവം അവരോട് പറയുകയാണ്. അതർവ്, അതിനവന്റെ പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയതാ, അല്ലാതെ അവൻ പറഞ്ഞതല്ല. അജു തങ്ങളുടെ നിരപരാധിത്വം അവനെ അറിയിക്കുവാൻ ശ്രമിച്ചു. നീ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ മിത്തു. ഇത്ര നാളും ഒന്നിച്ച് കൂട്ടുകൂടി നടന്നിട്ട് ഞാനൊടുക്കും ആരായല്ലേ? ദേവുവിന് മിത്തു അവളോടൊന്നും പറയാത്തതിൽ ശരിക്കും പരിഭവം തോന്നി തുടങ്ങിയിരുന്നു. എന്റെ പെണ്ണെ, എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്റെ മനസ്സ്. ഉള്ളിലുള്ളത് ഞാൻ പോലും അറിയാതെ പുറത്തേക്ക് വന്നതാ. അവൾ ദേവുവിനെ ചുറ്റിപ്പിടിച്ചു. ദേവു അവളുടെ കൈകൾ തട്ടിമാറ്റാൻ ശ്രമിച്ചു. മിഥുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ര നാളും നിഴൽ പോലെ നടന്നോളല്ലേ, അവൾക്കും വേദന തോന്നൂല്ലോ. സത്യാദേവുമ്മ, എനിക്കറിയില്ലായിരുന്നടി. നിറക്കണ്ണുകളോടെ പറയുന്നവളെ കണ്ട് ദേവുവിനും സഹിക്കാൻ കഴിഞ്ഞില്ല. പോട്ടടി, സാരമില്ല. ദേവു അവളുടെ കണ്ണുകൾ തുടച്ചു വിട്ടു. മറ്റുള്ളവരും കാണുന്നുണ്ടായിരുന്നു അവരുടെ നിസ്വാർത്ഥമായ സ്നേഹം. ഡി ദേവു, അവളോട് ക്ഷമിക്കണ്ടടി.
ആദ്യ ചുമ്മാ പിരികേറ്റാനായി പറഞ്ഞു. ഓടെ കൊരങ്ങാന്ന് പറഞ്ഞ് മിഥു അവന്റെ പുറത്തൊരു അടി കൊടുത്തു. എന്തടി അടി അടിച്ചത്? ഡാ ശിവ, നിന്റെ കാര്യം പോക്കാടാ, ആദ്യ പുറന്തടവിക്കൊണ്ട് പറഞ്ഞു. പറയാൻ മറന്നു, നിങ്ങൾ താഴേക്ക് പോരുന്നില്ലേ? അവിടെ തിരക്കുന്നുണ്ട്. ഞങ്ങളോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ദേവു വന്ന കാര്യം അവരെ ഓർമ്മിപ്പിച്ചു. എന്താ കാരണവന്മാരെല്ലാരും കൂടി ഒരു ചർച്ച? ഡി, നിങ്ങളെ കെട്ടിച്ചു വിടാനെങ്ങാനും പ്ലാൻ വല്ലതും തയ്യാറാക്കുവാണോ? ശിവ മിത്തുവിനോടായി ചോദിച്ചു. ഓ പിന്നെ, അതൊന്നുമല്ല. അഗ്നിയേട്ടനെ കാണാൻ പോകുന്നത് സംസാരിക്കാനാ. അതിനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ, അതാണോ? ആ, ഇവിടെ ചായ ഇരിപ്പുണ്ടല്ലോ. തലവേദന കൊണ്ട് വന്നതായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യ ചായ എടുത്തു. അയ്യോ ആദ്യേട്ടാ, കുടിക്കല്ലേ, മിഥു പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതെന്താടി? അത് തണുത്തുപോയി, അതാ. മിഥു ദയനീയമായി ശിവയുടെ മുഖത്തേക്ക് നോക്കി. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് തന്റെ ചിരി അടക്കി പിടിച്ചു. എങ്കിൽ വാ, താഴേക്ക് പോകാം. എല്ലാവർക്കും ഞാൻ ചായ ഉണ്ടാക്കാം. ആൺകുട്ടികൾ 4 പേരും ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ തന്നെ ദേവു അവർക്കുള്ള ചൂട് ചായ തയ്യാറാക്കി. എല്ലാരും പൂമുഖത്തേക്ക് പോയപ്പോൾ ദേവു ചായ ട്രേയുമായി അവർക്കരികിലേക്ക് ചെന്നു. ആ കുട്ടികളെ, അഗ്നി കാണാൻ ആഗ്രഹം പറഞ്ഞു എന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. അതുപ്രകാരം ഞായറാഴ്ച പോകാമെന്ന് തീരുമാനിച്ചു. വൈശു ശനിയാഴ്ച എത്തും. അവൻ പറഞ്ഞ് നിങ്ങളോടുകൂടി ചോദിക്കാൻ. അതിനായിപ്പോ ഇവിടേക്ക് ഞങ്ങൾ വന്നത്. നിങ്ങൾ വരില്ലേ? മാഷ് കുറച്ച് സംശയത്തോടെ അവരോട് ചോദിച്ചു. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മാഷേ. ഞാനത് വൈശാഖിനോടും സൂചിപ്പിച്ചു. അതാകും ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കൂടെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അജു അവരുടെ സമ്മതത്തിനായി ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാ കുട്ടികളെ? നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. നമ്മളിപ്പോ ഒരു കുടുംബമായില്ലേ. ദേടാ, നിന്റെ അമ്മായിപ്പൻ നീ കുടുംബം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞെന്ന് തോന്നും. ആദ്യ ശിവയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ചളി അടിച്ച് ചളമാക്കാതെടാ. മനുഷ്യനെല്ലാം ഒന്ന് കഷ്ടപ്പെട്ട് കരയ്ക്കടുപ്പിക്കട്ടെ. ശിവ പല്ല് കടിച്ച് ആദ്യോടായി പറയുകയാണ്. ഓ നമ്മളില്ലേ, നിങ്ങൾ അമ്മായിപ്പനായി മരുമോനായി. ശിവ ഒരു ചവിട്ട് ആദിയുടെ കാലി കൊടുത്തു. അതോടെ ചെക്കൻ ഡീസന്റായി. പിന്നെയും കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം അവർ യാത്ര പറഞ്ഞിറങ്ങി. മിഥു നിശബ്ദമായി കണ്ണുകൊണ്ട് ശിവയോട് യാത്ര പറഞ്ഞു. 4 പേര് മുകളിലത്തെ ബാൽക്കണിയിൽ ചർച്ചയിലാണ്. അപ്പോഴാണ് അജുവിന്റെ ഫോൺ റിങ് ചെയ്തത്. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ.